എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈക്കോടതിയിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഹൈക്കോടതിയിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് തസ്തികയുടെ നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഹൈക്കോടതിയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് നമ്പർ 9/2024 ആണ്. നിയമ പോസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 23,000 മുതൽ 50,200 വരെ ബേസിക് സാലറി ലഭിക്കുന്നതാണ്. ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. നമ്പർ ഓഫ് വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 34 വേക്കൻസിയാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. 2/1/1988 1/1/2006 ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഏജ് ലിമിറ്റിൽ നിന്നും 3 വർഷത്തിൽ OBCക്കും 5 വർഷത്തിൽ SC/ST കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം റിട്ടൺ എക്സാമിനേഷൻ ആണ്. അതിനുശേഷം ഒരു ഇന്റർവ്യൂയും ഉണ്ടായിരിക്കുന്നതാണ്. റിട്ടൺ എക്സാമിനേഷൻ 75 മിനിറ്റ് ആണ്. 100 മാർക്കിന്റെ എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ടോപ്പിക് പറഞ്ഞിരിക്കുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്, ന്യൂമറിക്കൽ എബിലിറ്റി 20 മാർക്ക്, മെന്റൽ എബിലിറ്റി 15 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 15 മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. 1/4 ആണ് നെഗറ്റീവ് മാർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്റർവ്യൂ 10 മാർക്കിനാണ്. സോ സെലക്ഷൻ പ്രോസസ്സിൽ പറഞ്ഞിരിക്കുന്നത് റിട്ടൺ എക്സാമിനേഷനും ഇന്റർവ്യൂ ആണ്. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ 500 രൂപ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 2/7/2024 ആണ്. 5/6/2024 മുതൽ 2/7/2024 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അപേക്ഷ സ്റ്റാർട്ട് ആകുന്നത് 5/6/2024 ആണ്. അവസാന തീയതി 2/7/2024 ആണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. കേരള PSC, കേരള ഗവൺമെന്റ്, ആർമി, നേവി, എയർഫോഴ്സ് കൂടാതെ സെൻട്രൽ ഗവൺമെന്റ് ജോലിയിൽ നോക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. വന്ദേ മാതരം.